ബ്രോ ലൈവും ലൈവ് സൂം മീറ്റിംഗ് ആണെങ്കിലും ക്ലാസ് ആണെങ്കിലും അതെല്ലാം ഡൗട്ട് ക്ലിയറിംഗ് ആണെങ്കിലും പെർഫെക്റ്റ് ആണ്. എനിക്ക് എല്ലാം ഓക്കെയാണ്, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. കോഴ്സ് എടുക്കുന്നതിന് മുന്നേ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് എനിക്കൊരു പെർഫെക്ഷൻ ഇല്ലായിരുന്നു. ബ്രോയ്ക്ക് അത് മനസ്സിലാവും. ഞാനിപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണെങ്കിലും വരയ്ക്കുന്നതിലൊക്കെ ഓരോരോ തെറ്റുകളുണ്ടായിരുന്നു. ബ്രോ അത് കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പെർഫെക്ഷനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ട്രേഡ് എടുത്ത് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലൈവ് സെഷനിലാണെങ്കിൽ പുള്ളി എനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തന്നായിരുന്നു. ഇപ്പോൾ എനിക്ക് പർട്ടിക്കുലറിലല്ല, പുള്ളിയുടെ ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടി. ഞാൻ എല്ലാ ട്രേഡും എന്താ പറയുക, പ്രോഫിറ്റ് എന്നുള്ളത് നോക്കിയപ്പോഴേക്കും പുള്ളി എൻ്റെ അടുത്ത് ലോസ് മാനേജ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഞാൻ ഇതേവരെ ഒരു സ്ഥലത്തൊന്നും കിട്ടാത്തൊരിതാണ്. മിക്കടുത്തവർ പറയുന്നത് 1:2 ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് അടിക്കണം. അപ്പോൾ റിസ്ക് എത്ര കൂടിയാലും അതിൻ്റെ ഡബിളെങ്കിലും നമുക്കൊരു $100 റിസ്ക് ചെയ്താലുണ്ടെങ്കിൽ നമുക്ക് $200 പ്രോഫിറ്റ് അടിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് $100 എനിക്ക് റിസ്ക് ചെയ്യാനായിട്ട് ക്യാപിറ്റൽ ഉണ്ടോ അല്ലെങ്കിൽ റിസ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതെൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറാക്കാൻ പുള്ളിയുടെ ഒറ്റ ക്ലാസ് കൊണ്ടാണ് എനിക്ക് റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറാക്കാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ എനിക്ക് നോക്കേണ്ട ഇമോഷൻ കൺട്രോളിംഗ് ആണ്. അതും പുള്ളി എനിക്ക് ഡെഫിനറ്റ്ലി പുള്ളി ചെയ്തു തരുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട്. സോ ആസ് ഓഫ് നൗ എല്ലാം പെർഫെക്റ്റ് ആണ്. എനിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഒരു കോൺഫിഡൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ ലൈവിൽ ഞാൻ പെർഫോം ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പോൾ എന്തായാലും ലൈവിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്.